ഹലോ, നമ്മൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മോണിറ്റൈസേഷൻ ആവാതെ തന്നെ നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾക്ക് ഒരു ചിലവും ഇല്ലാണ്ട് ഒരു റിസ്ക്കും ഇല്ലാണ്ട് നമ്മൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു റീല് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിൽക്കുന്ന എന്തും ആയിക്കോട്ടെ, അത് അച്ചാറായാലും ശരി, അതുപോലെ കോസ്മെറ്റിക് ആയിട്ടുള്ള സാധനങ്ങളായാലും ശരി, പിന്നെ സ്നാക്സ് ഐറ്റംസ്, അതുപോലെ ചിപ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഡക്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന റീലിൻ്റെ ത്രൂ ആയിട്ട് തന്നെ നമുക്ക് സെയിൽ ചെയ്തിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഓരോരോ റീൽ അപ്ലോഡ് ചെയ്തിട്ട് ആ സാധനത്തിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് നിങ്ങൾ താഴെ ഇട്ടിട്ട് അങ്ങനെ നമുക്ക് സെയിൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ആ പ്രൊഡക്റ്റിൻ്റെ പോസ്റ്റർ ഒന്ന് ഷെയർ ചെയ്തിട്ട് ആ പോസ്റ്ററിൻ്റെ താഴെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ആൾക്കാർക്കൊക്കെ ഇൻസ്റ്റഗ്രാം ഉണ്ട്, എല്ലാവർക്കും ഈ ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മളൊരു റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഈ മുകളിലുള്ള ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴെയുള്ള റീലിൽ പോയതിനു ശേഷം നമ്മളൊരു റീൽ അപ്ലോഡ് ചെയ്യുന്നത് നെക്സ്റ്റ് അടിച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, ക്യാപ്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ മോർ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ രണ്ടാമത്തെ ഈ ഭാഗത്ത് തന്നെ അവിടെ ആഡ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഈ ആഡ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് എന്തുമാവട്ടെ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന എന്ത് പ്രൊഡക്റ്റും ആവട്ടെ, നമ്മളിവിടെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ബാഗ് ഞാൻ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. മാക്സിമം നമുക്ക് 10 ഫോട്ടോസ് വരെ അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. 2 അതുപോലെ തന്നെ 3 ഓക്കെ. ഈ 4 പ്രൊഡക്റ്റ് ഞാനിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്തത്, നമ്മൾ 10 പ്രൊഡക്റ്റ് വരെ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ നമ്മൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ താഴെ നമുക്ക് റേറ്റ് കൊടുക്കണം. എത്രയാണ് റേറ്റ്? ഈ റേറ്റ് അവർക്ക് കാണണമല്ലോ, കസ്റ്റമേഴ്സിനെ കാണണമല്ലോ. അപ്പോൾ റേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിലവിൽ ഡോളറിൻ്റെ ഓപ്ഷനിലാണ് ഇവിടെ കാണുന്നത്. നമുക്കത് മാറ്റിയിട്ട് ഇവിടെ ചേഞ്ച് കറൻസി എന്നുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളത് ഇന്ത്യൻ റുപ്പീസ് ആക്കി കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെർച്ചിൻ്റെ അടുത്ത് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പി വരും. അവിടെ ടിക്കറ്റ് കൊടുക്കുക, എന്നിട്ട് മുകളിൽ ഡൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പി വരും. അവിടെ നമ്മൾ പ്രൈസ് ഇട്ട് കൊടുക്കുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു 12 രൂപയാണ് ഇടുന്നത്. 1200 അടിച്ചു കഴിഞ്ഞാൽ അവിടെ 12 ഓക്കെ. എന്നിട്ട് നമ്മളവിടെ ഡൺ അടിക്കുക. ഡൺ അടിച്ചിട്ട് നമ്മളിപ്പം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കടിച്ച് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ റീലിൻ്റെ കൂടെ ആ പ്രൊഡക്റ്റ് വരുന്നുണ്ടോ. നമുക്ക് ഫേസ്ബുക്കിലേക്ക് നമ്മൾ ഡയറക്റ്റ് ക്രോസ് പോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിലേക്ക് പോകുന്നതായിരിക്കും. പക്ഷെ ഫേസ്ബുക്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് കാണത്തില്ല. ഈ ഡീറ്റെയിൽസ്, ഈ ഓപ്ഷന് ഇൻസ്റ്റയിൽ മാത്രമായിരിക്കും കാണുന്നത്. റീൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കിയോ, എൻ്റെ ഈ ഒരു ഡമ്മി ആയിട്ടുള്ള ഞാനൊരു ഇൻസ്റ്റ അക്കൗണ്ട് ആക്കിയതാണ്. സജീസ് 355 എന്നാണ്. അപ്പോൾ നമ്മൾ റീൽ ഇവിടെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ വേറൊരു ഐഡിയയിൽ കൂടി നമുക്കത് ചെക്ക് ചെയ്യാം. അതായത് നമ്മൾ മെയിൻ ഇൻസ്റ്റ ID കോമഡി ആയിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ക്ലിക്ക് ആക്കിയിട്ട് ഇപ്പം നിലവിൽ ഞാൻ അപ്ലോഡ് ചെയ്ത ആ അക്കൗണ്ട് നമുക്ക് സെർച്ച് ചെയ്യാം. സജീസ് 35 എന്നുള്ള അക്കൗണ്ട് സെർച്ച് ചെയ്ത് അതിൽ ഈ വീഡിയോയിലാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ വീഡിയോ പരിശോധിക്കാം. ഈ വീഡിയോ ഇപ്പം അതായത് ഒരു കസ്റ്റമർ കാണും പോലെ ഞാനിപ്പോൾ കാണുന്നത്. ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അവരോട് പറയാം, ഈ താഴെയുള്ള ഈ സീ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ട ലിങ്ക് കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് ഈ റീലിലെ കൂടി നമ്മൾ ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, നമ്മൾ ഈ സീ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. വ്യൂ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ പ്രൊഡക്റ്റൊക്കെ ഇവർക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്ലേസ് ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൻ്റെ പ്രൊഫൈലിലേക്ക്, അതായത് സജീസ് 35 എന്നുള്ള പ്രൊഫൈലിലേക്ക്, ഇൻസ്റ്റ IDയിലേക്ക് ഈ ഓർഡർ പോകുന്നതായിരിക്കും. സജീസ് 35ൻ്റെ ഓണർ ആരാണ് അവരത് പരിശോധിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. അത് ഞാനിപ്പോൾ കാണിച്ചുതരാം. പിന്നെ നമുക്ക് മെസ്സേജ് സെല്ലർ ഡയറക്റ്റ് പ്ലേസ് ഓർഡർ ചെയ്യാണ്ട് തന്നെ ആദ്യം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വീണ്ടും പറയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് സെല്ലറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് മെസ്സേജ് പോകുന്നതായിരിക്കും. അവരുടെ ഭാഗത്ത് റിപ്ലൈ വരുന്നതായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഞാനിവിടുന്ന് പ്ലേസ് ഓർഡർ കൊടുത്ത്, ഇപ്പോൾ ഇതിപ്പം എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പ്ലേസ് ഓർഡർ കൊടുത്തത്. അതായത് സജീസ് ചാനൽ എന്നുള്ള ഈ അക്കൗണ്ട് നമ്പറിൽ നിന്നാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. സജീസ് 35 സജീസ് ചാനലിലെ അക്കൗണ്ടിന് ഈ അക്കൗണ്ടാണ് ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് റീലിൽ അപ്ലോഡ് ചെയ്തത്. ഞാൻ ആ അക്കൗണ്ടിലേക്ക് വീണ്ടും പോയിട്ട് നമ്മളുടെ ഓർഡർ ഞാൻ പരിശോധിക്കുക. നമുക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ടല്ലോ,
ആ ഓർഡർ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ തന്നെ ഇവരുടെ നോട്ടിഫിക്കേഷൻ ഇവിടെ ക്ലിക്ക് ആക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും. അതായത് വേറൊരാളുടെ ഓർഡറായിട്ട് ബന്ധപ്പെട്ട ഒരു എൻക്വയറി വന്നിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അതായത് ഓർഡർ പ്ലേസ്ഡ്, ഇന്ന ആള് നമ്മളെ സാധനത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ആക്സെപ്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് പേയ്മെന്റ് ഇങ്ങോട്ടേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും പോകുന്നത്. ഇനി അവരുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് പോവാം. അതായത് സജീസ് 35 സജീസ് ചാനലിലുള്ള ഇതാ ഈ അക്കൗണ്ടിലേക്ക് പോയി. ഈ അക്കൗണ്ടിൽ പോയിട്ട് നമുക്കിവിടെയുള്ള ഇതേ നോട്ടിഫിക്കേഷൻ്റെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന അവരുടെ ഇതാ വെയിറ്റിംഗ് ഫോർ പേയ്മെന്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ. അവിടെ വ്യൂ ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത്, അതായത് ഓണർ, ഷോപ്പിന്റെ ഓണർ ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആള് അവരുടെ ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് പിന്നീട് അവർക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്ക് കൊടുക്കും. ക്യാഷ് പേയ്മെന്റ് നമുക്ക് ഇതിൽ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് നമുക്ക് ഇത് ഇൻസ്റ്റാ മെസ്സഞ്ചർ വഴിയായിട്ട് തന്നെ അവരുടെ GPay നമ്പർ ചോദിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി ഉണ്ടെങ്കിൽ ആ വഴി നമുക്ക് പേയ്മെന്റ് ചെയ്ത് കൊടുക്കാം. പേയ്മെന്റ് നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് സാജീസ് 355 എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് അവർ ആക്സെപ്റ്റ് ആക്കലാണ്. അതായത് പിന്നെ ഓർഡർ ആക്സെപ്റ്റ് ആക്കി മാർക്ക് ആസ് പെയ്ഡ്, അതായത് പേയ്മെന്റ് നമുക്ക് കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാർക്ക് ആസ് പെയ്ഡിൽ ക്ലിക്ക് ചെയ്യാം. പേയ്മെന്റ് പെയ്ഡായി. ഓക്കെ, ഇനി നമുക്ക് സജീസ് ചാനൽ എന്നുള്ള അക്കൗണ്ടിലേക്ക് പോവാം. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ താഴെയുള്ള നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, പേയ്മെന്റ് ഇപ്പം അവർ പെയ്ഡ് ആക്കിയെന്നില്ല ഒരു ഓപ്ഷൻ, ടിക്ക് മാർക്കും ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ടു ബി ഡിസ്പാച്ച്ഡ്, ആര് ഡിസ്പാച്ച് ചെയ്യണം? ഈ ഷോപ്പിന്റെ ഓണർ, അതായത് ആരാണ് പ്രൊഡക്റ്റ് വിൽക്കുന്നവർ. ഇനി സാധനം ഡിസ്പാച്ച് ചെയ്യണം. അവിടെ തന്നെ ക്ലിക്കാക്കിയിട്ട് ഇതേ അക്കൗണ്ടിൽ തന്നെ പോയി വ്യൂ ഓർഡറിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പേയ്മെന്റ് നമുക്ക് ലഭിച്ചല്ലേ, പിന്നെ നമ്മൾ സാധനം DTDC വഴിയോ വേറെ ഏതെങ്കിലും കൊറിയർ വഴിയോ അവർക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്തതിന് ശേഷം നമുക്കിവിടെ മാർക്ക് ആസ് ഡിസ്പാച്ച്ഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്കാക്കാം. അപ്പോൾ അവർക്ക് ഡിസ്പാച്ച്ഡ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ അവർക്ക് പോകുന്നുണ്ടാവും. ഇതുകൊണ്ട് ഇവിടെ വണ്ടിയുടെ ചിത്രമൊക്കെ വന്ന് ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്ന് ഇനിയിപ്പം നമുക്ക് ആ മെയിൻ ഈ സാധനം വാങ്ങാൻ പിന്നെ ഓർഡർ ചെയ്തിട്ടുള്ള ഈ സാജീസ് ചാനലിലേക്ക് പോവാം. ഇവിടെ ക്ലിക്കാക്കിയിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പാച്ച്ഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പ്രൊഡക്റ്റ് നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ കൂടി തന്നെ നമുക്ക് വിൽക്കാവുന്നതാണ്. ഇത് നമ്മളുടെ തന്നെ പ്രൊഡക്റ്റിന്റെ കാര്യമാണ്, അല്ലാതെ അഫിലിയേറ്റ് മാർക്കറ്റ്, അതായത് ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിന്റെ അല്ല. നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. കൂടാതെ ഇത് നമ്മൾ റീൽ ത്രൂ ആയിട്ട് നമ്മളിപ്പോൾ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഡയറക്റ്റ് പോസ്റ്റർ മുഖാന്തരം നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.